കിച്ചണിലോട്ടേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ 2 വീഡിയോയിൽ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്തിരുന്നു. വളരെ സന്തോഷം, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ സജഷൻ അനുസരിച്ച് ഞങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ വീഡിയോ സൗണ്ടും എഡിറ്റിംഗ് എല്ലാം നന്നാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ജീര ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കണേന്ന്. പപ്പ, നമുക്ക് കുക്കിങ്ങിലോട്ടേക്ക് പോയാലോ? ഓക്കെ, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ ജീര ഫ്രൈ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ബോൺലെസ് ചിക്കണും പിന്നെ ജീരകപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. വേറെ മറ്റ് ഗരം മസാലകളോ മുളക് പൊടിയോ ഇതൊന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കില്ല. പിന്നെ ഇതിലേക്കുള്ള അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒനിയൻ, അതുപോലെ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയും. ഇത് അത്ര എരിവുള്ള ചില്ലി അല്ല, അത് നമുക്ക് ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് നല്ലോണം കുറച്ച് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം. നമ്മളതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ആദ്യം ജിഞ്ചർ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. അതൊന്ന് മുറിച്ച് വരുമ്പോൾ നമ്മൾ ഗാർലിക് പേസ്റ്റും ചേർത്ത് ജിഞ്ചർ ഗാർലിക് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് ഫസ്റ്റ് തന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഇട്ടു, ഒരല്പം മഞ്ഞളും ഇട്ടു, 1/2 സ്പൂൺ മഞ്ഞളും, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഫ്ലേവർ വരുന്ന ജീരകം ചേർക്കുന്നത്. ജീരകം ഒരു 4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഒരു അരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചിക്കൻ ഇതിലേക്ക് വാങ്ങിച്ചിരിക്കുന്നത് എടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നോക്കി ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലല്പം വെള്ളം നല്ലോണം പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. അതെടുത്ത് അതിൻ്റെ കവർ എടുത്തൊന്ന് മാറ്റി നമ്മളൊന്ന് വെള്ളം വലിച്ചെടുക്കണം. വെള്ളം വലിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഐറ്റംസൊക്കെ ഇതിൽ ചേർക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഇതായിട്ടുണ്ട്, വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർക്കാം. ഒനിയനും ഗ്രീൻ ചില്ലി, കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരല്പം കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനൊന്ന് ഡീപ്പ് ഫ്രൈ ആവാനാണ്. വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചിട്ടതിന് കാരണം ഇതൊരു ഡീപ്പ് ഫ്രൈ ആയി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കറി വെച്ചിരിക്കുന്നതിലേക്ക് അല്പം കുരുമുളക് പൊടി, ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. കഴിഞ്ഞിട്ടില്ല, കുരുമുളക് പൊടി ചേർത്താൽ പിന്നെയുണ്ട് ഐറ്റംസ്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല. അത് നമ്മൾ എരിഞ്ഞ ഈ ഒനിയനും ഇതിനൊക്കെ ആ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിക്കനിലേക്ക് ഡീപ്പായിട്ട് അതിൻ്റെ ടേസ്റ്റ് വരേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ഡിഷ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡീപ്പ് ഫ്രൈ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് ഇതൊന്ന് ഇളക്കി നമ്മളൊരു സുക്ക എടുക്കണോളം ഫ്രൈ ചെയ്തെടുക്കണം. അത് നമ്മുടെ ഓരോരുത്തർക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് കാണാമല്ലോ, ഒരല്പം ബ്രൗണിഷ് കളറൊക്കെ വരും. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ജീര ഫ്രൈ ആണെന്ന് പറഞ്ഞല്ലോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് അതിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്.
എങ്കിലും നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തപ്പോൾ അതൊരല്പം താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് അത് ലെമണിൻ്റെ ജ്യൂസും കൂടി കൊണ്ട് നമ്മൾ ചേർക്കും. അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി. അപ്പോൾ നമ്മുടെ ചിക്കൻ ജീര ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്ന് കഴിച്ച് നോക്ക്. ടോമി ഒന്ന് കഴിച്ച് നോക്കൂ. അതുപോലെ തെരേസും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒപ്പീനിയൻ പറയൂ. കാര്യമായിട്ട് പറയണേ, നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ജീര ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്ന് കഴിച്ച് നോക്ക്. ടോമി ഒന്ന് കഴിച്ച് നോക്കൂ. അതുപോലെ തെരേസും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒപ്പീനിയൻ പറയൂ. കാര്യമായിട്ട് പറയാൻ കേട്ടോ, അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ഈ ചിക്കൻ ജീര ഫ്രൈ ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.